ഹായ് ഹലോ ഫ്രണ്ട്സ് സൂപ്പർ കൺമണി സീരിയലിൻ്റെ കിടിലൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മളെല്ലാവരും ആഗ്രഹിച്ചിട്ടുള്ള ഒരു പ്രമോ തന്നെ കേട്ടോ വന്നിട്ടുള്ളത്. അതായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺമണിയെ കല്യാണം കഴിക്കാനായിട്ട് വരുൺ തീരുമാനിച്ചെങ്കിലും ക്രിഷാണ് കൺമണിയെ കൊണ്ടുപോകുന്നത് അവസാനം. അങ്ങനെ തന്നെ കൺമണിയുടെ അച്ഛൻ കൺമണിയും ക്രിഷും സംസാരിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ രാത്രി. അതിനുശേഷം തന്നെ ക്രിഷ് വളരെ വിഷമത്തോടു കൂടി മടങ്ങിപ്പോവാണ്. ഇനി ഒരു രക്ഷയില്ല. ഇനി അവളെ രക്ഷിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുമെന്നില്ല അറിയാത്തത് കൊണ്ട് തന്നെ ഇറങ്ങിപ്പോണ സമയത്ത് തന്നെയാണ് അച്ഛൻ കൈകൂപ്പി ക്രിഷ് സാറിനോട് പറയുന്നുണ്ട്, എൻ്റെ മോളെ രക്ഷിക്കണം സർ. മാത്രമല്ല അവൾ നാളെ ഒരു ബലിയാടിനെ പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവളെ എത്രയും പെട്ടെന്ന് സർ രക്ഷിച്ചുകൊണ്ട് പോകണം. എന്നെ നിങ്ങൾ ഓർക്കണ്ട എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ക്രിഷ് പറയുന്നുണ്ട്, അച്ഛനാണ് എൻ്റെ ബലം. അച്ഛനെ ഓർത്തിട്ടാണ് ആ പാവം കൺമണി എൻ്റെ കൂടെ വരാത്തത്. എന്നെക്കുറിച്ച് ഓർക്കേണ്ട സർ. എൻ്റെ മോളുടെ ജീവിതം മാത്രമാണ് എനിക്ക് ആവശ്യമുള്ളൂ. നാളെ ഒരൊറ്റ ദിവസം കഴിഞ്ഞാൽ അവളുടെ ജീവിതം നരകതുല്യമാവും. എൻ്റെ മോൾ പിന്നെ ജീവനോടെ ഉണ്ടാവുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അവളെ വിഷമിച്ചുകൊണ്ട് ഈ പാവം അച്ഛന് ഒന്നും വേണ്ട സർ. സാർ അവളെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറയുന്നു. അപ്പോഴത്തേനും കൃഷ്ണന് ധൈര്യമായിട്ടോ, സ്വന്തം അച്ഛൻ പറഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല. അങ്ങനെ കൃഷ്ണൻ രണ്ടും കൽപ്പിച്ചു നിൽക്കുകയാണ്. പിറ്റേ ദിവസം കല്യാണം രാവിലെ കാണിക്കുമ്പോൾ എന്തായാലും വരനെ നല്ല ആർഭാടത്തോടു കൂടി തന്നെ സ്വീകരണമൊക്കെ കൊടുത്ത് കൊണ്ടുവരുന്നുണ്ട്. അതിനുശേഷം തന്നെ കൺമണിയെ കാണാനില്ല എന്ന് പറയുന്നുണ്ട് ധനലക്ഷ്മി. അങ്ങനെ കൺമണി റൂം തുറക്കുന്നില്ല, റൂം വാതിലടച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. വിഷമത്തോടു കൂടി ഇരിക്കുകയാണ്. ആ സമയത്ത് തന്നെ മനോജും അതുപോലെ തന്നെ ഗോകുലൊക്കെ വന്നിട്ട് കതവ് തട്ടിയിട്ട് കൺമണിയെ പുറത്ത് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കല്യാണ വസ്ത്രത്തിൽ കല്യാണപ്പെട്ടായി തന്നെ കൺമണി ഒരുങ്ങി വരികയാണ് ചെയ്യുന്നത്. മനസ്സില്ലാ മനസ്സോടുകൂടി പാവം കൺമണി അങ്ങനെ ഇറങ്ങി വന്നതിന് ശേഷം തന്നെ നമ്മുടെ വരുണാണെങ്കിലും എല്ലാം പിടിച്ചടക്കി എന്ന ഒരു അധികാരത്തോടു കൂടി തന്നെ കൺമണിയുടെ കഴുത്തിൽ താലി ചാർത്താനായിട്ട് പോകുന്നു കേട്ടോ. താലി ചാർത്തനോടുകൂടി തന്നെ അവിടുന്ന് വരുണിന് നല്ല തല്ല് കിട്ടുക ചെയ്യുന്നത്. അങ്ങനെ ക്രിസ്സാർ അവിടേക്ക് ഓടിയത് അധികം ദേഷ്യത്തോടു കൂടി തന്നെ വരുണിനെ തല്ലി ചതയ്ക്കുകയാണ്. കൈയും കാലും എല്ലാം തല്ലി ഒടിക്കുന്നതായിട്ടാട്ടോ കാണിക്കുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും കൺമണിയെ രക്ഷിക്കാൻ തന്നെയാണ് കൃഷ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരിക്കലും വരുണിന് കൺമണിയെ വിട്ടുകൊടുക്കില്ല എന്ന് തന്നെ. അതിനുശേഷം തന്നെ അവിടുത്തെ നമ്മുടെ വത്സല മേഡവും അതുപോലെ കോൺസ്റ്റബിളൊക്കെ നിൽക്കുന്നുണ്ട്. എല്ലാവരും ഈ ഒരു അതിക്രമം കാണുമ്പോൾ തടയാനായിട്ട് പോകുന്നു. പക്ഷേ മേഡം അവരെ തടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അങ്ങോട്ട് പോകണ്ട, ഇത് തന്നെയാണ് വേണ്ടത്. മാത്രമല്ല ആ അനിരുദ്ധൻ സാറിന് നല്ലപോലെ അടിക്കുന്നുണ്ട് കൃഷ്. എല്ലാവർക്കും തന്നെ പിന്നെ അടി കിട്ടുക ചെയ്യുന്നത്. കാരണം കൃഷ്ണൻ അത്രമേൽ ദേഷ്യം വരുന്നുണ്ട്. എല്ലാ ദേഷ്യവും അവിടെ തീർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇനി ഒരിക്കലും കൺമണിയുടെ പുറകിൽ വരുൺ വരരുത്. അതിന് വേണ്ടിയിട്ട് തനിക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഇവന് കൊടുക്കണമെന്ന ഒറ്റ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് കൃഷ്ണൻ നടക്കുന്നത്. അതിനുശേഷം തന്നെ എല്ലാ പോലീസുകാരും കൃഷ്ണനെ പിടിച്ചു മാറ്റുന്നുണ്ട്. കൺമണി അടക്കം പിടിച്ചു മാറ്റുന്നുണ്ട്. പക്ഷേ ഒന്നിലും കൃഷ്ണനെ തടുക്കാൻ സാധിക്കുന്നില്ല. എത്രമാത്രം ദേഷ്യത്തോടു കൂടിയാണ് കൃഷ് വന്നിരിക്കുന്നത്. എന്തായാലും കൺമണിയും വരുണും തമ്മിലുള്ള വിവാഹം നടക്കില്ല. കാരണം കൺമണി വിചാരിച്ചതുപോലെ തന്നെ ക്രിസ്സാറിൻ്റെ കൂടെ തന്നെയായിരിക്കും കൺമണിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ തല്ലി ചതക്കി വരുണിനെ അതിനുശേഷം തന്നെ കൺമണിയെ സ്വന്തം ഭാര്യയാക്കാൻ തന്നെയാണ് കൃഷ് അവിടെ തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. ഇത്രയും കാണിച്ചാണ് ഇന്നത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കഴിയുന്നത്. നമുക്ക് നല്ലൊരു കിടിലൻ എപ്പിസോഡ് വിശേഷമായിട്ട് നാളെ കാണാം.